ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് കുറച്ച് F2L സിറ്റുവേഷൻസാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ പുതിയ ആൾക്കാരെച്ചെങ്കിൽ ഇപ്പോൾ തന്നെ അടി പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. മെയിനായിട്ട് പറയാൻ പോകുന്നത് വൈറ്റ് സ്റ്റിക്കർ മേലെ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സിറ്റുവേഷൻസ്, വൈറ്റ് സ്റ്റിക്കറിൽ ലെഫ്റ്റും റൈറ്റുള്ള സിറ്റുവേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ വൈറ്റ് സ്റ്റിക്കർ ലെഫ്റ്റ് സൈഡ് റൈറ്റ് ആയാൽ അതിൻ്റെ എഡ്ജ് നമ്മൾ എവിടെയാണ് കണ്ടുപിടിക്കണതിൻ്റെ ഒരു ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. കോർണർ എടുത്തു, അതിൻ്റെ എഡ്ജ് എന്ന് പറയുമ്പോൾ ബ്ലൂ ആൻഡ് റെഡാണ്. ബ്ലൂ ആൻഡ് റെഡ് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഉണ്ട് ബ്ലൂ ആൻഡ് റെഡും. ചില സമയത്ത് ഇവിടം സിറ്റുവേഷൻ ആയിട്ട് വരും. ചില സമയത്ത് ഇവിടെ ഉള്ള കാരണം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മേലേക്ക് എടുക്കണം. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാൻ പോണത്. അതുപോലെ തന്നെ ഇവിടെ രണ്ടും കണക്റ്റ് ആയിരുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് മേലേക്ക് എടുത്ത് വെക്കാം, ഒന്നെങ്കിൽ മേലേക്ക് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കോർണർ ഇവിടെ നിന്ന് നീക്കി ഇത് മേലെ കൊണ്ടുവരിക. മേലെ കൊണ്ടുവന്നിട്ട് ഇത് പോകാൻ പാടില്ല, നമ്മൾ പ്ലസ് പോകാൻ പാടില്ല. എന്നിട്ട് ഇത് മേലെ കൊണ്ടുവരണം. മേലെ കൊടുന്ന് നമ്മൾ ഈ പ്ലസ് പോകാത്തത് കൊണ്ട് ഇത് നീക്കിയിട്ട് ഇവിടെ നീക്കി നമുക്ക് ഈ സൈഡായിട്ട് കിട്ടി. വേണമെങ്കിൽ ഇങ്ങോട്ട് നീക്കിയാൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ കോർണർ അടിക്ക് വരും, അപ്പം കൂടെ പോരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒഴിഞ്ഞ സ്പേസ് ഈ ലൈനും ഈ ലൈനിലും നമുക്ക് ആവശ്യമുള്ള സാധനമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒഴിഞ്ഞ ഈ ലൈനിലും ഉണ്ട്, കാരണം ഇതും കോർണർ രണ്ട് കണക്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ ലൈനിലാണ് ഒഴിഞ്ഞ സ്ഥലം. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്രീ ആയിട്ട് മാറ്റുക. അപ്പോൾ നമുക്ക് തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. ഇതെങ്ങനെയാണ് സിറ്റുവേഷൻ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ കണക്റ്റ് ചെയ്യുക, പിന്നെ ജോയിൻ ചെയ്യുക. പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ കോർണർ എഡ്ജും തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ നേരത്തെ സെക്കൻഡ് ലെയർ ആയിരുന്നു എഡ്ജ്. ഇപ്പോൾ നമ്മളെ കോർണർ എന്ന് പറയുമ്പോൾ ഈ കോർണറിനൊപ്പം ഈ എഡ്ജ് കണക്റ്റ് ആയിരുന്നാൽ എന്താ ചെയ്യണമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമ്മളിതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് സെപ്പറേറ്റ് ചെയ്യണം. നമ്മളതിൻ്റെ സിറ്റുവേഷൻ നോക്കണം, എവിടെ വെച്ചാലാണ് സെപ്പറേറ്റ് ആവാൻ നോക്കണം. അപ്പോൾ ഇവിടെ വെച്ച് ചെയ്യാൻ സെപ്പറേറ്റ് നമ്മളിപ്പോൾ ഇത് നമ്മൾ മാറ്റി സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പം ഇങ്ങനെയാണ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബാക്കിൽ കൊടുന്നിട്ട് ഇത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് പോകാണ്ട് നമ്മൾ വെച്ച ക്രോസ് പോകാണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അത് ആലോചിക്കണം. നമ്മൾ വെറുതെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നീക്കി വെച്ചാൽ മാത്രം പോരാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ ഈ ഇങ്ങനെ നമ്മൾ സൈഡിൽ കൊടുന്ന് സെപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ബാക്ക് ഭാഗത്ത് കൊടുന്ന് സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളെ സിറ്റുവേഷൻ നോക്കുക, സെപ്പറേറ്റ് സിറ്റുവേഷൻ നോക്കുക, എന്നിട്ട് തമ്മിൽ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഇങ്ങനെ നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷൻ, ഇത് വേറെ സിറ്റുവേഷൻ. പക്ഷേ ഇത് സെപ്പറേറ്റ് ചെയ്യണമെന്നാണ് ചെയ്യേണ്ടത്. നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം, നമ്മൾ എഡ്ജും കോർണറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നേരത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഈ സൈഡിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വേറെ ഇതാണ്, കളർ കോഡ് വേറെയാണ്. പക്ഷേ നമ്മളെ സിറ്റുവേഷനൊക്കെ ഒരേപോലെയാണ്, നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ നമ്മൾ ഇവിടെ കോർണർ കൂടെ വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. നമുക്ക് മനസ്സിലാവുന്ന ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് മെത്തേഡ് അറിയണമെന്ന് വെച്ചാൽ ഇത് കണ്ട ഈസി ആയിട്ട് മനസ്സിലാവും. നേരിട്ട് വന്ന് കണ്ടവർക്ക് വെച്ചാൽ ഒന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. പിന്നെ നിങ്ങൾ ഒന്നും കൂടി ഈ വീഡിയോനെ കണ്ടു നോക്കി വെച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ കട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ഞാൻ പറഞ്ഞുതരാം വൈറ്റ് സ്റ്റിക്കർ മേലെ വന്നുള്ള സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് വൈറ്റ് സ്റ്റിക്കർ മേലെയുള്ള സിറ്റുവേഷൻ നോക്കാം. നമുക്ക് നോക്കിയാൽ വൈറ്റ് സ്റ്റിക്കർ മേലെയാണ്. നമ്മളെ ഇതിൻ്റെ എഡ്ജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ട് നമ്മൾ എഡ്ജ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുവരണ്ട. നമുക്ക് ഇത് എന്താ പറയുക, മേലെ സ്റ്റിക്കറായ കാരണം നമുക്ക് ഇത് ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നോക്കുക, ഇപ്പോൾ വൈറ്റ് സ്റ്റിക്കറിൻ്റെ ലെഫ്റ്റ് സ്റ്റിക്കർ എന്ന് പറയുമ്പോൾ വൈറ്റ് സ്റ്റിക്കർ മേലെയാണ്, ലെഫ്റ്റ് സ്റ്റിക്കർ റെഡാണ്, അപ്പോൾ തന്നെ ബ്ലൂ ആണ്. ഇതിപ്പോൾ ഒരു കളർ കോഡ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യണത്. ഇപ്പോൾ നോക്കാം, അപ്പോൾ വേറെ കളറൊന്നും എടുക്കുക വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളെ ഓറഞ്ചും ബ്ലൂ എടുക്കുക വെച്ചെങ്കിൽ നമ്മൾ ഇവിടെ എന്തായാലും ബ്ലൂ അല്ലെങ്കിൽ ഓറഞ്ച് അങ്ങനെയായിട്ട് വരും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഏത് സ്റ്റിക്കറാണോ അത് എടുക്കുക. അപ്പോൾ ഞാൻ ഉദാഹരണത്തിനാണ് ചുവപ്പും അപ്പോൾ തന്നെ നീലമുള്ള സിറ്റുവേഷൻ കാണിച്ചിരുന്നത്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മളെ ചുവപ്പുണ്ട്, ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ചുവപ്പുണ്ട്. അപ്പോൾ ഇവിടെ വരുത്തേണ്ട ആവശ്യമില്ല, കാരണം വൈറ്റ് സ്റ്റിക്കർ മേലെ കാരണം. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആയാലും കുഴപ്പമില്ല, എവിടെ ഉണ്ടായാലും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കർ നോക്കുക, ഈ വൈറ്റ് സ്റ്റിക്കറും ഒപ്പം തന്നെ ഈ എഡ്ജിലെ വൈറ്റ് സ്റ്റിക്കറല്ല റെഡ് സ്റ്റിക്കർ, ഈ റെഡ് സ്റ്റിക്കറും ഈ ലെഫ്റ്റ് സൈഡിലുള്ള റെഡ് സ്റ്റിക്കറും ഒപ്പം തന്നെ നമ്മളെ മേലുള്ള എഡ്ജിൻ്റെ ടോപ്പിലുള്ള സ്റ്റിക്കറും നോക്കുക. അപ്പോൾ ഇവിടെ റെഡുമാണ്. ഇപ്പോൾ നമ്മളിവിടെ ബ്ലൂ വെച്ചെങ്കിൽ വേറെ രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ റെഡ് ലെഫ്റ്റ് സൈഡിലത്തെ മാത്രം നോക്കുക. ഇപ്പോൾ റൈറ്റ് സൈഡ് എടുക്കുക വെച്ചാൽ വേറെ തരത്തിലാകും. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ബിഗിനേഴ്സായിട്ട് നമുക്ക് F2L അറിഞ്ഞിരിക്കണം, ഇത് മനസ്സിലാക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ റെഡും ഇവിടെ റെഡുമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ
നമ്മൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഈ വൈറ്റ് സ്റ്റിക്കർ മേലായതുകൊണ്ട് എന്തായാലും ഈ സെക്കൻഡ് ലെയറിലായിരിക്കണം നമ്മളെ എഡ്ജ് വരേണ്ടത്. കാരണം ഇപ്പോൾ നമ്മൾ ഇവിടെ വൈറ്റ് റെഡ് ബ്ലൂ, അപ്പോൾ അങ്ങനെ വെച്ചെങ്കിൽ ഇവിടെ റെഡ് ബ്ലൂ വരണം. നമ്മളങ്ങനെ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇവിടെ കൊണ്ടുവരാൻ നോക്കുക. ഇവിടെ റെഡും ആയതുകൊണ്ടാണ് നമ്മളെ സംഭവം. ഇപ്പോൾ ഇവിടെ റെഡും ഇവിടെ ബ്ലൂ വെച്ചെങ്കിൽ ഞാൻ കാണിച്ചു തരാം അടുത്തത്. ഇപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഇവിടെ റെഡാണ്. അപ്പോൾ നമ്മൾ ഇതെന്തായാലും ഇവിടുക്ക വരണ്ടേ, കാരണം ഈ റെഡ് ഇവിടെ കൊണ്ടുവരിച്ചെങ്കിൽ ഇത് അടിയിക്കാൻ വരിക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിത് ഇങ്ങനെ തിരിക്കുക. ഇതിപ്പോൾ പോയ കുഴപ്പമില്ല, നമ്മൾ തിരിച്ചിട്ട് ഈ എഡ്ജ് നമ്മൾ ഇവിടെ കൊണ്ടുവരിക. നമ്മൾ ഇങ്ങനെ ആക്കുക, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ആക്കുക. എന്നിട്ട് തിരിച്ച് നമ്മളെ ഈ കോർണർ, ഇവിടെ ഒരു കോർണർ ഉണ്ടല്ലോ, ആ കോർണർ നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മളെ പെയർ കിട്ടി. എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ വൈറ്റ് സ്റ്റിക്കർ മേലെ ലെഫ്റ്റിൽ റെഡ്, ഇവിടെ റെഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ റെഡ് ഇവിടെ കൊണ്ടുവരണം. കാരണം വെച്ചാൽ ഇവിടെ റെഡ് ബ്ലൂ ആണ്. അങ്ങനെ വെച്ചെങ്കിൽ ഇവിടെ റെഡ് ബ്ലൂ ആണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഈ റെഡ് ബ്ലൂവിനെ ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ കൊണ്ടുവരാൻ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇവിടേക്ക് മൂവ് ചെയ്യുക, ഈ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ ഇത് ഇവിടേക്ക് മൂവ് ചെയ്യാൻ എന്താ ചെയ്യുക, ഇങ്ങനെ ചെയ്യും. 2 പ്രാവശ്യം തിരിച്ചാൽ മതി. ഈ റെഡ് ബ്ലൂ ഇങ്ങോട്ട് മൂവ് ആവും. അപ്പോൾ നമ്മളിത് അടിയിക്കാക്കുക. എന്നിട്ട് നമ്മൾ ഈ വൈറ്റ് കോർണർ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെയർ കിട്ടും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഫോർമുലൊന്നും ചെയ്യേണ്ട, ഇതേപോലെ മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഈസിയായിട്ട് പഠിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ സാധാരണ മുമ്പ് പറഞ്ഞ പോലെ കണക്ട് ചെയ്യുക. ഇനി അടുത്ത സിറ്റുവേഷൻ തന്നെ വൈറ്റ് സ്റ്റിക്കറിൻ്റെ മേലെ വരണതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ വൈറ്റ് സ്റ്റിക്കർ മേലെയാണ്. ഞാൻ പറഞ്ഞു ലെഫ്റ്റ് സൈഡിൽ റെഡ് ഇവിടെ വന്നു. ഇവിടെ റെഡ് ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇവിടെ എങ്ങനെ വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് കളർ. ഇപ്പോൾ ഇവിടെ എന്താ പറയുക, നമ്മളെ റെഡ് ബ്ലൂ വെച്ചെങ്കിൽ എന്തായാലും റെഡിൻ്റെ ഓപ്പോസിറ്റ് മീൻസ് സാധാരണ റെഡിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ചാണ്. ഞാൻ പറഞ്ഞത് ഈ കളർ കണക്ഷനിൽ ഓപ്പോസിറ്റ് നോക്കിക്കേ. ഇവിടെ റെഡ് വെച്ചെങ്കിൽ ഇവിടെ ബ്ലൂ ആണ് വരുന്നത്. അപ്പോൾ രണ്ടും ബന്ധമില്ലാത്ത കളറാണ്. ബന്ധമില്ലാത്ത മീൻസ് സെയിം അല്ല. അപ്പോൾ ഓപ്പോസിറ്റ് വെച്ച് നോക്കണം. ഓപ്പോസിറ്റ് ചിലർ വിചാരിക്കും റെഡിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ച് ആണല്ലോ. അങ്ങനെ വിചാരിക്കേണ്ട. ഇത് കോർണറിൻ്റെ മാത്രം, കോർണർ എഡ്ജും F2L കേസിൽ നമുക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഓപ്പോസിറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് തമ്മിൽ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ ചെയ്തത് ഈ ഇവിടെ റെഡ് ഇവിടെ ബ്ലൂ കണക്റ്റ് ആയിട്ടുള്ളതായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. നമുക്ക് ഇവിടെ കൊടുന്നിട്ട് ഇങ്ങനെ അടിക്ക് കൊണ്ടുവച്ചെങ്കിൽ നമുക്ക് ബ്ലൂ കണക്റ്റ് ആയി കിട്ടില്ല. അപ്പോൾ ഇത് വേറെ സിറ്റുവേഷനാണ്. ഇത് ഇവിടെ വന്നാലും ഇപ്പോൾ ഇവിടെ വന്നിട്ട് കാണിച്ചു തരാം. ഇവിടെ വന്നാലും നമ്മൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് വേറെ ഓപ്പോസിറ്റ് കളറാണ്. ഓപ്പോസിറ്റ് കളർ മീൻസ് ഞാൻ പറഞ്ഞു ഈ റിമൈനിങ് കളർ, ഈ റെഡിൻ്റെ ഒപ്പമുള്ള ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ്, അങ്ങനത്തെ റിലേഷൻ വെച്ചിട്ടുള്ള ഓപ്പോസിറ്റ്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്ലൂ ഇവിടെ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ 2 പ്രാവശ്യം തിരിച്ചിട്ട് ഈ ബ്ലൂ ഇവിടെ കൊണ്ടുവന്നാൽ മതി. നമ്മൾ നേരത്തെ ഇങ്ങോട്ടാണ് കൊടുക്കുന്നത്, അത് വർക്കാവില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവരിക. അങ്ങനെ നോക്കി വെച്ചെങ്കിൽ ഈ കോർണർ ഇവിടെ കണക്റ്റ് ആവും. അങ്ങനെയാണ് ഇതും ചെയ്യുക. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളെ കളർ തമ്മിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഉദാഹരണം പറയുക, റെഡും ബ്ലൂ ആണ് ഇതിൻ്റെ ഉദാഹരണം എടുക്കുന്നത്. ഇപ്പോൾ മറ്റ് കളർ വെച്ചെങ്കിൽ നമ്മൾ അതിൻ്റെ കളർ നോക്കണം. ഇപ്പോൾ ഇവിടെ റെഡ് സെയിം ആയ നമ്മൾ ഈ മുമ്പത്തെ ഇവിടെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ, അതേപോലെ തന്നെ നമ്മളെ ബ്ലൂ ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, നമ്മളെ റെഡും ബ്ലൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഉള്ളിലേക്ക് തിരിക്കണം, ഇവിടെ ഈ സൈഡിലേക്ക് തിരിക്കണം. എന്നാൽ ഈ സിറ്റുവേഷനിൽ ഈ ഓപ്പോസിറ്റ് ഈ കളർ തമ്മിലുള്ള വ്യത്യസ്തതയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് തിരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഈ സിറ്റുവേഷനിൽ ഇങ്ങോട്ട് തിരിച്ചു. ഈ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഓപ്പോസിറ്റ് സിറ്റുവേഷനിൽ നമ്മൾ തിരിക്കേണ്ടത് ഇപ്പുറത്തേക്കാണ്, ഈ സൈഡിലേക്കാണ്. എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്യണം നമ്മൾ ഈ റെഡിൻ്റെ ഇത് കണ്ട. അപ്പോൾ നമുക്ക് ഇവിടെ പെയർ കിട്ടി. അപ്പോൾ ഇത് നമ്മൾ മേലെ കൊണ്ടുവന്ന് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. പിന്നെ ചെറുതായിട്ട് അറിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ ഈ എഡ്ജ് നമുക്ക് ആവശ്യമുള്ള എഡ്ജ് ഈ സൈഡിൽ സെക്കൻഡ് ലെയർ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ സെക്കൻഡ് ലെയറിൽ എന്താ പറയുക കുടുങ്ങി കിടക്കുക വെച്ചാൽ അത് പുറത്ത് ഫസ്റ്റ് എടുക്കണം. എന്നിട്ട് നമ്മളിത് കണക്ട് ചെയ്യണത്. ഇപ്പോൾ ഓപ്പോസിറ്റ് സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് തിരിക്കുക, എന്നിട്ട് കണക്ട് ചെയ്യുക. അതേപോലെ തന്നെയാണ് മറ്റേ ഇതിൻ്റെ വേറെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ കണക്ട് ചെയ്തിരുന്നത്. നമ്മളെ ആവശ്യമുള്ള എഡ്ജും ഇത് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടിരുന്നത് നമ്മൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്യണ പോലെ ചെയ്യുക, എന്നിട്ട് കണക്ട് ചെയ്യുക. ഇത്ര അറിഞ്ഞിരിക്കേണ്ടുള്ളൂ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം.